നമസ്കാരം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്പ്രെഡ്ഷീറ്റ്, അതിലെ ഡിസ്കഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടങ്ങിയിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കുന്നു. ഇതൊരു ലാബ് വർക്കാണ്. ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. Given below is a table. തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗം ഓർമ്മ ഉണ്ടല്ലോ, റൗണ്ട് കുറച്ചേറെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് നമ്മളിപ്പോൾ ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Given below is a table showing the name, designation and monthly salary paid for different employees in Rajan Traders. എംപ്ലോയീസിന്റെ പേര്, അവരുടെ ഡെസിഗ്നേഷൻ എന്ന ഔദ്യോഗിക നാമം, അവരുടെ മന്ത്ലി സാലറി, സ്ഥാപനത്തിന്റെ പേര് രാജൻ ട്രേഡേഴ്സ്. എംപ്ലോയി നെയിം താഴേക്ക് കാണാം, ജോസ് സിസി, സിജോ, അലക്സ്, ടോമി, സിംഗ്. ഡെസിഗ്നേഷൻ സിഇഒ, എഒ, എഫ്എം, എഫ്എം, എംഎം, മാർക്കറ്റിംഗ് മാനേജർ, ഫിനാൻഷ്യൽ മാനേജർ, അങ്ങനെ ഈ രീതിയിൽ. മന്ത്ലി സാലറി എനിക്ക് താഴേക്ക് കാണാം. Question എന്താണ്? ഫൈൻഡ് ഔട്ട് ദി ഫോളോയിങ്. ദ ടോട്ടൽ മന്ത്ലി സാലറി ബൈ നെയിമിംഗ് റേഞ്ച്. ടോട്ടൽ സാലറി എത്രയാണ് കണ്ടെത്തുക. അപ്പൊ അതിന് നമ്മൾ നെയിമിംഗ് റേഞ്ച് എന്നുള്ള സാധനം കൂടി ചെയ്യണം, ആ ഒരു ഫംഗ്ഷൻ കൂടി ചെയ്യണം. ദ ടോട്ടൽ മന്ത്ലി സാലറി പെയ്ഡ് ടു ഫിനാൻഷ്യൽ മാനേജർ ഇൻ ദി ഫേം. ഫിനാൻഷ്യൽ മാനേജർക്ക് കൊടുത്ത ആകെ ശമ്പളം. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, 2-3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 40, 15, 30, 85,000 ആണ് ടോട്ടൽ. നെയിം ദി എംപ്ലോയി വിത്ത് മന്ത്ലി സാലറി ഓഫ് 40,000 യൂസിങ് ലുക്കപ്പ് ഫംഗ്ഷൻ. ലുക്കപ്പ് എന്ന് പറയുമ്പോൾ പേര് തന്നെ ഉണ്ട്, തെരഞ്ഞു നോക്കൽ ഒരു ഫംഗ്ഷനാണ്. അത് പെർഫോം ചെയ്തിട്ട് 40,000 രൂപ ശമ്പളം വാങ്ങുന്ന എംപ്ലോയി ആരെന്ന് കണ്ടെത്തുകയും വേണം. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾ വളരെ സിമ്പിൾ ആണെന്ന് വിചാരിക്കും, കാരണം ഒറ്റ ഓർത്തി നമുക്ക് മനസ്സിലാവും 40,000 വാങ്ങുന്നത് സിജോ ആണ്. പക്ഷേ ആയിരക്കണക്കിന് എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനത്തിൽ നമുക്കിത് എളുപ്പമല്ല. അവിടെ നമുക്ക് ഈ കമ്പ്യൂട്ടറിന്റെ സഹായം അത്യാവശ്യമാണ്. ഈ പറയുന്ന ഇത് മാത്രമല്ല, ഏതിനും പിന്നെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിന്റെ, അതും അല്ലെങ്കിൽ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ അല്ല, സ്പ്രെഡ്ഷീറ്റിന്റെ സഹായം ആവശ്യമാണ്. പ്രോസസ് അതിൽ ഇങ്ങനെയുള്ള സ്റ്റെപ്സ് ആണ്. സെലക്ട് ദി ബ്ലോക്ക് ഓഫ് സെൽസ്. മന്ത്ലി സാലറി ടു ബി നെയിംഡ് ടൈപ്സ് ടോട്ടൽ സാലറി ഇൻ ദി നെയിം ബോക്സ് ആൻഡ് പ്രസ് എന്റർ. എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു ബ്ലോക്ക് ഓഫ് സെൽസിന്, മന്ത്ലി സാലറി ഉൾപ്പെടുന്ന ഒരു ബ്ലോക്ക് ഓഫ് സെൽസ് ഇട്ട് അതിന് നമ്മൾ പേര് കൊടുക്കണം ടോട്ടൽ സാലറി. അപ്പം പിന്നെ അതുമായി ബന്ധപ്പെട്ട സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അപ്പോഴെന്ത് സ്വാഭാവികമായിട്ട് ഇത് സംഭവിക്കും, ആ ഒരു മേഖല മുഴുവൻ മന്ത്ലി സാലറി എന്നുള്ള പേരാവും. Then type the following formula. Sum if B3 colon B8 comma FM C3 colon C8. അതായത് B3 to B8, ഇതാണ് B8. ഇതുവരെയുള്ള ആളുകളിൽ ഇതുവരെയുള്ള ഡെസിഗ്നേഷൻസ് ആണ്. എഫ്എമ്മിന്റെ C3 C8 C3 C8 ഇതാണ് അവരുടെ സാലറി. ഇതാണ് നമ്മുടെ പിന്നിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ. ടോട്ടൽ മന്ത്ലി സാലറി ബൈ നെയിമിംഗ് റേഞ്ച്. അപ്പൊ സം ഓഫ് സാലറി നമുക്ക് കിട്ടും, ടോട്ടൽ സാലറി നമുക്ക് ഇവിടെ കിട്ടും. അടുത്ത് നോക്കൂ, കണ്ടീഷൻ കൊടുത്താണ് അത്. പിന്നെ എഫ്എമ്മിന്റെ ശമ്പളം എത്രയാണെന്നുള്ള കണ്ടീഷൻ കൊടുത്തതാണ്. മറ്റേത് നമുക്ക് സം ടോട്ടൽ സാലറി എന്നുള്ളത് നമുക്ക് കിട്ടും. എളുപ്പത്തിലുള്ള ഒരു ഫോർമുലയാണ്. സം ടോട്ടൽ സാലറി നമ്മൾ ഇതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നെയിമിംഗ് റേഞ്ച് ആക്കിയിട്ടുണ്ട്.
ഈ ഒരു ഭാഗത്തിന് ടോട്ടൽ സാലറി എന്നല്ല. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് B3:B8 എന്നാണ്. അതിന് പകരം ടോട്ടൽ സാലറി ഈ റേഞ്ചിൽ ഈ ഒരു സ്പേസിന്റെ പേര്, ഈ ഒരു ഏരിയയുടെ ഫീൽഡിന്റെ പേര് ടോട്ടൽ സാലറി എന്നാണ്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? FM-ന്റെ സാലറി, ടോട്ടൽ മന്ത്ലി സാലറി ഓഫ് FM എത്ര എന്നുള്ളതാണ് പിന്നെ നമുക്ക് അറിയേണ്ടത്. ഇവിടെ കിട്ടി അവരുടേത് പിന്നെ 85,000 ആണ്. അതിന്റെ ഫോർമുലയാണ് ഈ പറയുന്ന സാധനം. സം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, FM-ന്റെ സാലറി നമുക്ക് വേണ്ടത്, അതിന്റെ ടോട്ടലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് ഇവിടെയും നിങ്ങൾക്ക് കാണാനാവും. സം ഓഫ് ടോട്ടൽ സാലറി FM മന്ത്ലി സാലറി ഈ ഭാഗത്ത് കാണാനാവും ഫോർമുല ബാറിൽ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The name of employee with monthly salary 40,000 by using lookup function. Lookup function യൂസ് ചെയ്തിട്ട് നമ്മൾ നോക്കും is equal to lookup 40,000 40,000 തിരഞ്ഞു നോക്കാൻ. 40,000 ഈ കോളത്തിൽ 40,000 ഉണ്ട്. സാലറിയിൽ തിരഞ്ഞു നോക്കുക. എന്നിട്ട് നമ്മളെ സോഴ്സ് എവിടെയാണ്, ആൻസർ എവിടെയാണ് കിടക്കുന്നത്? ഈ ഭാഗത്താണ് കിടക്കുന്നത്. ആളുടെ പേരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ 40,000 നേരെ കിടക്കുന്ന പേര് ആരുടേതാണെന്നാണ്. 40,000 സാലറി ഡ്രോ ചെയ്യുന്ന എംപ്ലോയിയുടെ പേരെന്താണ്? ഈ ഒരു 40,000 നേരെ ആരുടെ പേര് കിടക്കുന്നു എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് ആൻസർ കിട്ടും. സിജോയുടെ ലുക്കപ്പ് ഫംഗ്ഷനിൽ സിജോ. ഇവിടെ ഫോർമുല ഇതാണ്, ഈക്വൽ ടു ലുക്കപ്പ് ബ്രേസസിൽ 40,000 മന്ത്ലി സാലറി. പിന്നെ നമുക്ക് A3 മുതൽ A8 വരെയുള്ള ആളുകളുടെ ഇടയിൽ നിന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ആൻസർ കിട്ടി സിജോ. Statistical function, average function. To calculate the average of the range of cell, use the average function. Syntax is equal to average number 1, number 2, number 3. Minimum function. To find the minimum value, use the minimum function. Syntax minimum number 1, number 2 individual. Maximum. To find out the maximum value, use maximum function. Maximum number 1, number 2. ഇവിടെ റേഞ്ച് ഇട്ടാൽ മതി. പിന്നെ C1 മുതൽ C8 വരെ. അപ്പോൾ ഏതാണ് ക്വസ്റ്റനിൽ ഏതാണ് നോക്കുക, നമ്പർ കിടക്കുന്ന എവിടെ നോക്കുക, അവിടുത്തെ ആ റേഞ്ച് ഇട്ടാൽ മതി. ആ റേഞ്ചിൻ്റെ ഇടയിൽ മിനിമം എത്ര, മാക്സിമം എത്ര, ആവറേജ് എത്ര കണ്ടെത്താൻ സാധിക്കും. കൗണ്ട് ഫംഗ്ഷൻ. To count the number of cells that contains numbers, use count function. നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ എത്ര? 12 is a number, 5, 8 ഇതൊക്കെ നമ്പറുകളാണ്. ഇത് നമ്പർ കണ്ടെയ്ൻ ചെയ്യുന്ന എത്ര സെല്ലുകളുണ്ട്? ഇവിടെ എത്രയാണ്? 2, 4, 6. ഇവിടെ ആൻസർ 6. ഇൻഡെക്സ് എന്താണ്? കൗണ്ട് ഈസ് ഈക്വൽ ടു എല്ലാത്തിൻ്റെയും മുന്നേ വെക്കണം വാല്യൂ 1, വാല്യൂ 2. കൗണ്ട് ഈ ഫംഗ്ഷൻ. Count cells based on one criteria. Count if. Example is equal to count if range നമ്മൾ A1 മുതൽ F1 വരെയുള്ളത് കൊടുക്കുന്നു. ഗ്രേറ്റർ ദാൻ 10 കൂടുതലുള്ളത്. ഇപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ? 1, 2, 3. ഇവിടെ ആൻസർ ഇട്ട് 3 ആണ്. അപ്പോൾ ഈഫും കൂടി വന്നു. കൗണ്ട് ഈഫ് ഒരു കണ്ടീഷൻ വെച്ചു. Count A function. Counts how many values are in the list of arguments. എത്ര വാല്യൂസ് ആർഗ്യുമെന്റിലുണ്ട് എന്ന് കൗണ്ട് ചെയ്യാനാണ് ഈ കൗണ്ട് എ ഫംഗ്ഷൻ ഉപയോഗിക്കുക. കൗണ്ട് എ വാല്യൂ 1 മുതൽ എത്ര വരെയുള്ള സ്ഥലം. കൗണ്ട് ബ്ലാങ്ക് ഫംഗ്ഷൻ. കൗണ്ട്സ് ദി നമ്പർ ഓഫ് ബ്ലാങ്ക് സെൽസ് വിത്തിൻ എ റേഞ്ച്. എത്ര ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. നമ്മളെ കേസ് ആണെങ്കിൽ 0 ആണ്, അതെല്ലാം ഇതിലും ഫിൽഡ് ആണ്. കൗണ്ട് ബ്ലാങ്ക് ആ റേഞ്ച് A1 to എത്രയാണ് നോക്കി. ദി ഫോളോയിങ് ടേബിൾ gives you ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Gives you the following table is given to you. എന്തൊക്കെയുള്ള നോക്കൂ. റോ 2 റോയേ ഉള്ളൂ. J വരെയുള്ള കോളംസ് ഉണ്ട്. പിന്നെ ഇതിൽ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒന്നും എൻ്റർ ചെയ്യാത്ത മേഖലകളുണ്ട്. നമ്പർ എൻ്റർ ചെയ്ത ഫീൽഡ് ഉണ്ട്. പിന്നെ ഈ ടെക്സ്റ്റ് മാത്രമുള്ള ഫീൽഡ് ഉണ്ട്. അതിൻ്റെയൊക്കെ കൂടി ഒരു മിക്സാണ്. ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് നമ്പർ ഓൺലി. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കൗണ്ട് ചെയ്തെടുക്കാം, 1 മിനിറ്റ് കൊണ്ട് കൗണ്ട് ചെയ്തെടുക്കാം. പക്ഷേ ഇതേപോലൊരു 100 പിന്നെ റോസ് ഫുള്ള് സാധനം ഉണ്ടെങ്കിലോ എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതൊക്കെ ഒരൊറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് കണ്ടെത്താനാവുന്നതാണ് ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഹൗ മെനി സെൽസ് കണ്ടെയ്ൻസ് നമ്പർ ഓൺലി. കൗണ്ട്
A18 to A14. ചെറിയൊരു E1 ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. അതായത് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് കൗണ്ട് A1 കോളൻ J2 ആണ് നമുക്ക് വേണ്ടത്. ഈ ടൈപ്പ് ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. ടൈപ്പ് ദി ഫോർമുല കൗണ്ട് A, അടുത്ത കൗണ്ട് നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് എനി വാല്യൂ. എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള പിന്നെ സെല്ലുകൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ് കണ്ടെത്തുന്നത്. കൗണ്ട് A1 to J2 ഇതാണ് കൊടുക്കുന്നത്. ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക്. കൗണ്ട് ദി നമ്പർ ഓഫ് സെൽസ് കണ്ടെയ്നിങ് ദി വാല്യൂ എക്സീഡിങ് 1000. അപ്പൊ അത് ഒരു കണ്ടീഷൻ വന്നുകൊണ്ട് 1000 കൂടുതൽ വാല്യൂ ഉള്ള എന്നുള്ള രീതിയിൽ ഒരു കണ്ടീഷൻ വന്നുകൊണ്ട് കൗണ്ട് ഇഫ് A1 മുതൽ J2 വരെ, A1 to J2 ഗ്രേറ്റർ ദാൻ 1000 ഇങ്ങനെയാണ് കൊടുക്കുന്നത്. ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് കൺഫ്യൂസ് ആവേണ്ട. നമ്മുടെ മുന്നിലുള്ള പിന്നെ സെല്ലുകളുടെ റേഞ്ചാണ് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യനിലുള്ളത്. ഇതിലിപ്പോൾ ക്വസ്റ്റ്യൻ ഇല്ലാത്തതാണ്. ഇവിടെ എന്തില്ല, 13 ഒന്നും ഇല്ല, 13ാമത്തെ റോയൊന്നും ഇല്ല. ഔട്ട്പുട്ട് ആദ്യത്തെ എന്താണ്? നമ്പർ ഓൺലി, ആൻസർ 12. ഈ പിന്നെ ഒരു ഫംഗ്ഷൻ വഴി എങ്ങനെ നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ആൻസർ കറക്റ്റാണ് നോക്കുക. 12 എന്നാണ് ആൻസർ കിട്ടിയത്. 1 2 3 4 5 6 7 8 9 10 11 12 12. Count the number of cells containing any value. അത് നമുക്കിവിടെ കിട്ടിയത് എനി വാല്യൂ 18 ആണ് കിട്ടിയത്. 18 ആണോ നോക്കുക. എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടായിരുന്നു. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 9. ആണ് ഫോർമുല. ഇതാണ് കൊടുക്കേണ്ടത്. ഈ റേഞ്ച് മാറ്റുക എന്ന് മാത്രം. അടുത്തത് 1000-ലും കൂടുതൽ വാല്യൂ ഉള്ളത്. 1000-ൽ കൂടുതൽ വാല്യൂ ഉള്ളത് 1 2 അല്ലെ, 2 ആയിരിക്കും ആൻസർ. ആണ് 2. അത് ഒരു കണ്ടീഷനാണ് കണ്ടല്ലോ. കൗണ്ട് ഇഫ് നമ്മൾ റേഞ്ച് കൊടുക്കുക A1 മുതൽ J2 വരെ. A1 അല്ല, A1 മുതൽ J2 വരെ. അവിടെ 2 കിട്ടും. ടെക്സ്റ്റ് മാനിപ്പുലേഷൻ ഫംഗ്ഷൻ. ഇതുവരെ നമ്മൾ നമ്പറൊക്കെ ആയിട്ടാണല്ലോ ഡീൽ ചെയ്തിരുന്നത്. ഈ ടെക്സ്റ്റിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം? ടെക്സ്റ്റ് ഫംഗ്ഷൻ converts a numerical value to text and lets you specify the display formatting by using special formal strings. Syntax: text, value, format text. Concatenate function. ഇത് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് അർത്ഥം concatenate. The concatenate function joins up to 255 text strings into one text string. ഇങ്ങനെ എല്ലാത്തിനെയും കൂട്ടി വെച്ച് 255 ടെക്സ്റ്റ് സ്ട്രിങ്ങിനെ ഒറ്റ ടെക്സ്റ്റ് സ്ട്രിങ് ആക്കി തരും. The joined items can be text, numbers, cell reference or a combination of those items. കൊടുക്കേണ്ടത് concatenate text 1 text 2 ആ റേഞ്ച് അങ്ങ് കൊടുത്താൽ മതി. For example, if your worksheet contains a person's first name in cell A1 and person's last name in cell B1, you can combine the two values in another cell by using the following format. രണ്ട് കൂട്ടിച്ചേർക്കണമെങ്കിൽ is equal to concatenate A1, B1 കൊടുത്താൽ മതി. ലുക്കപ്പ് ആൻഡ് റെഫറൻസ് ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ ഒരു ലുക്കപ്പ് ഫംഗ്ഷൻ കണ്ടു. The lookup function returns a value either from one row or one column or from an array. പിന്നെ ഒരു കൂട്ടം ഡാറ്റയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ലുക്കപ്പ് ഫംഗ്ഷൻ കണ്ടെത്താം. ഒന്നുകിൽ ഒരു റോ ഒന്ന്, അല്ലെങ്കിൽ ഒരു കോളത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു അറേ ഉണ്ട്. സിൻടാക്സ്: ലുക്കപ്പ് is equal to lookup search criterion, search vector, result vector. ഇതാണ് കൊടുക്കേണ്ടത്.
നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. യു ക്യാൻ യൂസ് ദി ലുക്കപ്പ് വെർട്ടിക്കൽ ലുക്കപ്പ് VLOOKUP function to search the first column of a range of cells and then return a value from any cell on the same row of the range. First column ഒരു particular range ന്ന് നോക്കിയാൽ മനസ്സിലാവും to search the first column of a range of cells and then return a value from any cell on the same row of the range. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സിൻടാക്സ് is equal to VLOOKUP vertical lookup value table array column index number and range lookup. HLOOKUP എന്ന് പറയുന്നത് horizontal. The H in HLOOKUP stands for horizontal searches for a value in the top row of the table or an array of values and then returns a value in the same column from a row you specify in the table or index. HLOOKUP lookup value table array row index number range lookup. ഇതാണ് അതിന്റെ സിൻടാക്സ്. ഇത് നോക്കുമ്പോഴാണ് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനാവുക. The following table is given to you. Admission number, name of student, date of birth, fee paid. The name of student against admission number 1005. ഇത് എളുപ്പത്തിൽ മനസ്സിലാവും. വളരെ കുറച്ച് ഡാറ്റ ഉള്ളൂ. ബീന എന്നാണ് ആൻസർ. അതിനുള്ള ഫോർമുല എന്താ ചെയ്യേണ്ടത്? ലുക്കപ്പ് നമുക്ക് എന്താ വേണ്ടത്? ക്വസ്റ്റ്യൻ നോക്കാം. 1005 ആണ് നമുക്ക് വേണ്ടത്. ഈ 1005 ആയി ബന്ധപ്പെട്ട് A2 മുതൽ A7 വരെ A2 മുതൽ A7 വരെ ഇതാണ് ഇതിന്റെ ഒരു ഈ 1005 ഉള്ളത് ഈ ഒരു സോഴ്സിലാണ്. 1005 ഇനി B2 മുതൽ B7ലാണ് നമ്മുടെ ആൻസർ ഉള്ളത്. അനിൽ മുതൽ ജോൺ വരെ ഇതിന്റെ ഇടയിലുള്ള ഒരാളാണ് ഈ 1005 എന്നുള്ള. അപ്പൊ നമ്മള് പിന്നെ ഇതാണ് നമ്മുടെ ശരിക്കും ഡെസ്റ്റിനേഷൻ. ആൻസറിന്റെ ഡെസ്റ്റിനേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ലുക്കപ്പ് 1005 A2 മുതൽ A7 വരെയാണ്. ഇതിന്റെ ഇടയിലാണ് 1005 ഉള്ളത്. അതിൽ B2 മുതൽ B7. അപ്പൊ ഈ ഒരു കോളത്തിൽ 1005ന് എഗെയിൻസ്റ്റ് ആയി കിടക്കുന്ന നെയിം ബി എന്ന് പറയുന്ന കോളത്തിൽ എവിടെയാണ് എന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് കിട്ടും ബീനാന്ന് കിട്ടും. ഇവിടെയാണ് നമ്മൾ നമ്മളെ പിന്നെ ഫംഗ്ഷൻ കൊടുക്കുന്നെങ്കിൽ ഇവിടെ എൻ്റർ ചെയ്യുന്നതോടുകൂടി നമുക്ക് ബീന എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലുക്കപ്പ് വാല്യൂ 1020 ആൻഡ് ലൊക്കേറ്റ് ഫീ പെയ്ഡ് സ്റ്റാറ്റസ് ബൈ യൂസിങ് VLOOKUP. അപ്പം ഉള്ളത് ഈ എ എന്ന് പറയുന്ന കോളത്തിലാണ്, അല്ലെങ്കിൽ A2 മുതൽ D7 വരെയുള്ള മൊത്തം ഈ ഫീൽഡിൽ ഈ ഭാഗത്ത് എ എന്ന് പറയുന്ന കോളത്തിൽ ഈ 1020 ഉണ്ട്. 1020 എന്ന് പറയുന്ന അഡ്മിഷൻ നമ്പർ ഉള്ള കുട്ടി ഫീസ് കൊടുത്തോ ഇല്ലയോ എന്നുള്ള സ്റ്റാറ്റസ് ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നു. വെർട്ടിക്കൽ ലുക്കപ്പ് 1020. ഇനി A2 മുതൽ D7 വരെയുള്ള ഒരു ഫീൽഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു, റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നാലാമത്തെ കോളത്തിൽ വെർട്ടിക്കൽ ലുക്കപ്പ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ളതാണ് കോളം. നാലാമത്തെ കോളത്തിൽ 1 2 3 4 ഫോർത്ത് കോളത്തിൽ ഫോൾസ് എന്ന് കൊടുക്കുക. ഫോൾസ് എന്ന് പറയുന്നതിൻ്റെ സിൻടാക്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എഴുതുന്നതാണ്. അപ്പം നമുക്ക് ആൻസർ കിട്ടും. 1500 രൂപ ഫീസ് കൊടുത്തു. ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സിൻടാക്സ് അടിക്കേണ്ടത്, അല്ലെങ്കിൽ ഫോർമുല ബാറിൽ അടിക്കാം. 1500 രൂപ അയാൾ ഫീസ് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നു. 1020 സാബു ആണ്. സാബു 1500 രൂപ ഫീസ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കൂ, ലുക്കപ്പ് നെയിം ഓഫ് സ്റ്റുഡൻറ് അഗെയിൻസ്റ്റ് അഡ്മിഷൻ നമ്പർ 1300. 1300 നേരെയുള്ള കുട്ടിയുടെ പേരെന്താണ്? ഹൊറിസോണ്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. സോ നമ്മൾ കൊടുക്കേണ്ടത് വെർട്ടിക്കൽ ലുക്കപ്പ് അല്ല, ഹൊറിസോണ്ടൽ ലുക്കപ്പ് നെയിം ഓഫ് സ്റ്റുഡൻറ്. ആ ഒരു ഫീൽഡ് നമ്മൾ പിന്നെ കൊടുക്കുക. നെയിം ഓഫ് സ്റ്റുഡൻറ് A1 to D7, A1 മുതൽ D7 വരെ
ഇനി ഏത് റോയിലാണ് 1300 കിടക്കുന്നതെന്നാണ്. 1300 എന്നാണല്ലോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് വിവരം. 1300 അഡ്മിഷൻ നമ്പറുള്ള കുട്ടി. സോ അത് കിടക്കുന്നത് 5ാമത്തെ റോയിലാണ്. ഇവിടെ 5 എന്ന് കാണാം. അപ്പോൾ ഈ 5ാമത്തെ റോയിൽ നെക്സ്റ്റ് കോളത്തിൽ നെയിം ഓഫ് സ്റ്റുഡൻറ്റ് എന്നുള്ള കോളത്തിൽ എന്താണ് പേര് എന്നാണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം. അപ്പോൾ 1300 നേരെ നമുക്ക് കാണാനാവും ഡിനു എന്നുള്ള പേരാണ്. ഈ ഒരു സിൻടാക്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. സിക്കൽ ടു എച്ച് ലുക്കപ്പ് ഓർ ഹൊറിസോണ്ടൽ ലുക്കപ്പ് നെയിം ഓഫ് സ്റ്റുഡൻറ്റ്, കുട്ടിയുടെ പേരാണ് നമുക്ക് ആവശ്യം. A1 മുതൽ D7 വരെയുള്ള റേഞ്ചിൽ 5ാമത്തെ റോയിൽ നമ്മുടെ ആൻസർ ഉണ്ട്. ഫോൾസ് ഈ രണ്ടിനും എന്ത് ചെയ്യും, ബൈ ഡിഫോൾട്ട് അവിടെ സിൻടാക്സിൽ വരുന്നതാണ്. സോ ഇതാണ് ചെയ്യേണ്ടത്. അടുത്തത് ഫിനാൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷനും പലതരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ടെന്ന് കണ്ടല്ലോ. ഈ ഫിനാൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ വരുന്ന ഒന്നാമത്താണ് FV ഫംഗ്ഷൻ, ഫ്യൂച്ചർ വാല്യൂ. റിട്ടേൺസ് ദ ഫ്യൂച്ചർ വാല്യൂ ഓഫ് എൻ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ പീരിയോഡിക് കോൺസ്റ്റന്റ് പേയ്മെന്റ്സ് ആൻഡ് കോൺസ്റ്റന്റ് ഇൻട്രസ്റ്റ് റേറ്റ്. പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണെന്ന് നമ്മളോട് പറയുന്നു. കൃത്യമായിട്ട് നമ്മൾ ഓരോ മാസവും അതിൻ്റെ മുകളിലെ പലിശ, പിന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തുകയാണ്. കൃത്യമായ ഒരു ഫിക്സ്ഡ് എമൗണ്ട് നമ്മളിങ്ങനെ എല്ലാ മാസവും അടച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ക്വാർട്ടർലിയോ മറ്റൊക്കെ ആയിട്ട് നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൃത്യമായ റേറ്റ് ഒക്കെ തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഫ്യൂച്ചറിലുള്ള വാല്യൂ എത്രയായിരിക്കും എന്ന് നമുക്ക് പിന്നെ ഈ ഒരു ഫംഗ്ഷൻ്റെ സഹായത്തോടു കൂടി ലഭ്യമാവും. ഇതൊക്കെയാണ് ആർഗ്യുമെൻറ്റ്സ് നോക്കാം. സിൻടാക്സിൽ വരുന്ന ആർഗ്യുമെൻറ്റ്സ്. റേറ്റ് ഇസ് ദി ഇൻട്രസ്റ്റ് റേറ്റ് പെർ പീരീഡ്, ഓരോ കൊല്ലത്തേക്കുള്ള അതിൻ്റെ പലിശ നിരക്ക്. NPR ഇസ് ദി രണ്ടാമത് ഉള്ള ആർഗ്യുമെന്റ്. NPR ഇസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പേയ്മെന്റ് പീരീഡ്സ് ഇൻ ആൻ ആനുറ്റി. എത്ര പിന്നെ മാസങ്ങൾ അടയ്ക്കേണ്ടി വരും എന്നതുമായി ബന്ധപ്പെട്ട്. PMT ഇസ് ദി പേയ്മെന്റ് മെയ്ഡ് ഈച്ച് പീരീഡ്, പെർ മന്ത് നമ്മൾ എത്ര എമൗണ്ട് അടയ്ക്കുന്നുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട്. PV is the present value, ഇപ്പോഴുള്ള വാല്യൂ, ഓർ ദി ലംസം എമൗണ്ട് ദാറ്റ് എ സീരീസ് ഓഫ് ഫ്യൂച്ചർ പേയ്മെന്റ് ഇസ് വർത്ത് റൈറ്റ് നൗ. ഇപ്പോൾ നമ്മൾ കുറേ കാലത്തേക്ക് 50 മാസം 60 മാസം 100 മാസത്തേക്ക് നമ്മളിങ്ങനെ കാശ് അടച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ വാല്യൂ ഇപ്പോഴെത്രയാണ്, അങ്ങനെ അടയ്ക്കുന്നതിന് ഇപ്പോഴുള്ള പ്രസന്റ് വാല്യൂ എത്രയാണ്. ഈ PV is omitted, it is assumed to be 0 and you must include the PMT argument. ഓക്കെ, നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് 0 ആയിട്ട് അസ്യൂം ചെയ്യും. ടൈപ്പ് ദി നമ്പർ 0 or 1 and indicates when payments are due. If type is omitted, it is assumed to be 0. അപ്പോൾ എന്താണ് അതെന്ന് താഴെ പറയുന്നത്. 0 നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് ആണെങ്കിൽ 0, 1 അറ്റ് ദി ബിഗിനിങ്. സ്റ്റാർട്ടിങ് ഒരു മാസത്തിൻ്റെ തുടക്കത്തിലേ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വേണ്ട പണം അടയ്ക്കുന്നുണ്ടെങ്കിൽ 1 എന്നാണ് കൊടുക്കേണ്ടത്. PMT നമ്മൾ മുകളിൽ കണ്ടത് FV ഫംഗ്ഷൻ. ഇനി അടുത്തത് PMT ഫംഗ്ഷൻ. PMT function is used to calculate the loan repayments based on constant payments and constant interest rate. Syntax: PMT, rate, NPR, PV, FV type. Calculate the monthly payments on a loan of 1 lakh which is to be paid off in full after 5 years. 5 കൊല്ലം കൊണ്ട് 1 ലക്ഷം രൂപ തിരിച്ചടക്കണം. ഇൻട്രസ്റ്റ് ഈസ് ചാർജ് അറ്റ് ദി റേറ്റ് ഓഫ് 15% പെർ ഇയർ. ഒരു കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് 15%. ആൻഡ് ദി പേയ്മെന്റ് ടു ദി ലോൺ ഈസ് ടു ബി മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് മന്ത്. എല്ലാ മാസത്തിൻ്റെയും അവസാനമാണ് പിന്നെ നമ്മൾ പേയ്മെന്റ് നടത്തേണ്ടത്. അപ്പോൾ നമുക്ക് നേരത്തെ ടൈപ്പ് നമ്മൾ കണ്ടല്ലോ, അവിടെ 0 ആണെങ്കിൽ അറ്റ് ദി എൻഡ്, 1 ആണെങ്കിൽ ബിഗിനിങ്. അപ്പോൾ ഇതിൽ 0. ഇനി നമ്മൾ നോക്കുന്നു സ്റ്റെപ്പ് 1. എൻ്റർ ദി ബേസിക് വാല്യൂസ് ആസ് ഷോൺ ബിലോ ഇൻ കോളം ബി. കോളം ബിയിൽ ഈ പറയുന്ന വിവരങ്ങൾ. റേറ്റ് എ കോളത്തിൽ 15%. എത്രയാണ് കാലയളവ് ലോണിൻ്റെ? 5 കൊല്ലം. നമ്പർ ഓഫ് പീരീഡ് NPR 5 × 12 60 മാസങ്ങൾ. ലോൺ എമൗണ്ട് 1 lakh. ടൈപ്പ് 0 നമ്മൾ നടത്തേണ്ടത് 0. എൻ്റർ ദി ഫോളോയിങ് ഫോർമുല. ഈ ഒരു ഫോർമുല നമ്മൾ കൊടുക്കുക. ഇതാണ് സാധനം, സിൻടാക്സ് ഇതാണ്. ഈ ഒരു സാധനമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2,37,899 എന്ന് കിട്ടും. അതായത്
ഈ 5 കൊല്ലം കൊണ്ട് നമ്മളിപ്പോൾ അടച്ചു തീർക്കുന്നത് അടയ്ക്കേണ്ടത് ഇതാണ്. ഇത്രയും എമൗണ്ടാണ് അടച്ചു തീർക്കുന്നത് 5 കൊല്ലം. The minus sign simply represents monthly cash outflow. The interest rate is divided by 12 to get a monthly rate. The number of years the money is paid out is multiplied by 12 to get the number of payments. എല്ലാ മാസവും അടയ്ക്കുന്നത് അങ്ങോട്ടുള്ള അടവ് ലോണിൻ്റെ എമൗണ്ട് കുറയ്ക്കുന്നതായിട്ടാണ് കാണുക. അപ്പോൾ മൈനസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ മൈനസ് ഉണ്ട്. അടുത്തേക്ക് PV ഫംഗ്ഷൻ returns the present value of an investment. The present value is the total amount that a series of future payment is worth now. നമ്മൾ എല്ലാ മാസവും 1000 രൂപ വെച്ച് നമ്മൾ ഇങ്ങനെ അടയ്ക്കുന്നു. അങ്ങനെ 5 കൊല്ലം കഴിഞ്ഞ് കിട്ടുന്നൊരു വാല്യൂ ഉണ്ടാവും, വലിയ വാല്യൂ ആയിരിക്കും. പക്ഷേ ആ എമൗണ്ടിൻ്റെ ഇപ്പോഴുള്ള വാല്യൂ എത്ര എന്നാണ് കാൽക്കുലേറ്റ്. അതാണ് PV ഫംഗ്ഷൻ. കാൽക്കുലേറ്റ് ദി പ്രസന്റ് വാല്യൂ ഓഫ് ആൻ ആനുറ്റി ദാറ്റ് പേസ് 1000 rupees per month for a period of 5 years. എല്ലാ മാസവും 1000 രൂപ വെച്ച് 5 കൊല്ലം അടയ്ക്കുന്നു. അതിൻ്റെ ഇപ്പോഴുള്ള വില എത്രയാണ്? അത് വളരെ കുറവായിരിക്കുമല്ലോ. Interest is charged at 10% per year and the payment is to be made at the end of each month. Or type 0. Rate 10%, life of investment 5, number of period NPR 60, amount 1000 per month, type 0. Enter the syntax. PV B1 by 12, B1 by 12 10% ഒരു കൊല്ലത്തേക്കാണ് അതിൻ്റെ ഒരു മാസത്തേക്കുള്ളത്. B3 ഇതാ 60, B4 എമൗണ്ട് 0, 47,065 രൂപ. ഇതാണ് നമുക്ക് കിട്ടുന്നത്. 60,000 രൂപയാണ് ഇത്രയും കൊല്ലം കൊണ്ട് അടയ്ക്കുന്നത്, 5 കൊല്ലം കൊണ്ട് അടയ്ക്കുന്നത്. അതിൻ്റെ പ്രസന്റ് വാല്യൂ ഇതാണ്. നമ്മൾ ഈ സിൻടാക്സ് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഈക്വൽ ടു PV എന്ന് കൊടുക്കുമ്പോൾ തന്നെ ബാക്കി അതിൻ്റെ കൃത്യമായ സിൻടാക്സ് നമ്മുടെ മുന്നിലേക്ക് വരും. അടുത്ത റേറ്റ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻസ് മറ്റ് എക്സാമ്പിൾസ് ആണ്. റേറ്റ് ഫംഗ്ഷൻ, NPV ഫംഗ്ഷൻ, അക്രിൻഡ് ഫംഗ്ഷൻ, ക്യുമുലേറ്റീവ് IMPT, ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ഫംഗ്ഷൻ. ഇതിൽ റേറ്റ് ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. Rate function is used to return the interest rate per period of a loan or investment. Interest rate പേര് സൂചിപ്പിക്കുന്ന തന്നെ റേറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടെത്താനുള്ള ഫംഗ്ഷനാണ്. സിൻടാക്സ് റേറ്റ് is equal to rate NPR PMT PV FV type is. PV function calculate the net present value of an investment by using discount rate and a series of future payments. Negative values. Payment എന്ന് പറയുമ്പോൾ ഓരോ മാസം കൊടുക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടാണ് കാണിക്കുക. ആൻഡ് ഇൻകം പോസിറ്റീവ് വാല്യൂസ് കൊടുക്കുക. ഈ രീതിയിലാണ് അതിൻ്റെ സിൻടാക്സ് കൊടുക്കേണ്ടത്. അക്രിൻഡ് എന്ന് പറഞ്ഞാൽ അക്രൂഡ് ഇൻട്രസ്റ്റ് ഫംഗ്ഷൻ. Accrued means accrued interest. This function helps us to calculate interest accrued from series on account of sale of securities. അപ്പോൾ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് മെച്യൂർ ആവുന്ന 5 കൊല്ലം കഴിഞ്ഞാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഇടയിൽ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ നമ്മളത് വിൽക്കുന്നു, വേറൊരാൾക്ക് വിൽക്കുന്നു. അപ്പോൾ അയാളത് പരിശോധിക്കുക, അക്രൂഡ് ഇൻട്രസ്റ്റ് എത്രയാണ്, അതുവരെ ഉണ്ടായിട്ടുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്, അത് കണ്ടെത്താനുള്ള സിൻടാക്സ് ആണ് ആ തന്നിട്ടുള്ളത്. ഇഷ്യൂ, ഫസ്റ്റ് ഇൻട്രസ്റ്റ്, സെറ്റിൽമെന്റ് 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ റേറ്റ്, പാർ വാല്യൂ, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ. ഫ്രീക്വൻസി ബേസിസ്. ക്യുമുലേറ്റീവ് റിട്ടേൺസ്, cumulative interest rate returns the cumulative interest paid on a loan between start period and end period. എത്രമാത്രം പലിശയാണ് ഒരു ലോണിൻ്റെ റീപേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടിംഗ് ഡേറ്റ് മുതൽ എൻഡ് ഡേറ്റ് വരെ കൊടുക്കുന്നത് എന്ന് കണ്ടെത്താനാണ് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, PMT ആണ് പേയ്മെൻറ്റ് ഫംഗ്ഷൻ നമ്മളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്, accrued interest, net present value, and rate function. Financial functions കുറച്ച് എക്സാമ്പിൾസ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലാസ് അവസാനിച്ചു. അപ്പോൾ ഇനി ബാക്കി ലാബ് വർക്കാണ് ഇനിയുള്ളത്. അപ്പം ലാബ് വർക്ക് എന്ന് പറയുന്നത് ഈ സിൻടാക്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കതുമായിട്ട് ബന്ധപ്പെട്ട ആൻസർ നമുക്ക് കിട്ടും.
ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ, രണ്ടാമത്തെ ക്ലാസ്സിൽ ഇനി ചെറിയ കുറച്ച് ടോപ്പിക് കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.